ഹലോ നമസ്കാരം, ഇത് കലാകമൽ മഹൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പവർ ഓഫ് സീരീസിനകത്ത് കൊണ്ടുവന്ന സബ്ജക്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഫെയിലിയർ. തോൽവിയെ പേടിക്കരുത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോയി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോറ്റു നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ വരാം. പക്ഷേ ആ ഫീലിൻ്റെ അകത്ത് നിന്ന് ഒരു ഭയത്തെ ഉളവാക്കരുത്. ഫെയിലിയർ നിങ്ങളെ സക്സസ്സിലേക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളെ ക്ലാരിറ്റിയോടുകൂടി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ജംസിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കത്തില്ലേ, അതുപോലെ കൊണ്ട് ചെന്ന് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. കാര്യം ഓരോ ഫെയിലിയറും നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഓരോ ലെസൺസ് കൊണ്ടുതരും. ഓരോ ഫെയിലിയറും നമ്മൾ എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഓരോ ഫെയിലിയറും നമ്മുടെ ലൈഫിൽ നമ്മളെ ഏതിനെയൊക്കെ തമ്മിൽ ചേർക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കും. ഓരോ ഫെയിലിയറും നമ്മൾ എവിടെ ചെന്ന് നിൽക്കണം, നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കും. ഓരോ ഫെയിലിയറും അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കാലെടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പവറായിട്ട് ഇത് ആക്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ ഫെയിലിയർ കണ്ടീഷനകത്ത് ആ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് കിട്ടുന്ന ഓരോ തോൽവിയും നമ്മൾ ഫ്യൂച്ചറിലേക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള എവിഡൻസാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ തോറ്റു എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിനേക്കാളും ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം അടുത്ത ലെവലിലേക്ക് എത്താൻ. ഇവിടെ നമ്മൾ തോറ്റു എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ എൻ്റെ അടുത്ത സ്റ്റെപ്പിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ തോക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ തോറ്റു കഴിഞ്ഞാൽ ഓക്കെ, സംതിങ് എന്തോ ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ എന്നിൽ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ചില റിലേഷൻഷിപ്പ് ആയിരിക്കും, മേ ബി ചില കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, മേ ബി നമ്മുടെ ഹെൽത്തിനെ ഡാമേജ് ആക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഹെൽത്തിനെ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളാണ് തോൽവി എന്ന് പറയുന്നത്. ഒരു തോൽവിയും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു തോൽവിയും ഒന്നിൻ്റെയും അവസാനമല്ല. ഓരോ തോൽവിക്കകത്ത് നിന്ന് പാഠങ്ങൾ പഠിച്ച് അതിനെ ഉൾക്കൊണ്ട് അതിനെ റിസീവ് ചെയ്ത് ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ക്ലാരിറ്റിയുള്ള വ്യക്തിയായി മാറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ സക്സസ്ഫുള്ളിൽ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ടിൽ കൈവച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഞാനത് നേടിയെടുത്തു എന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ തോൽവിക്കകത്ത് നിന്നും നമ്മൾ പല പാഠങ്ങളും പഠിക്കണം, പലതും നമ്മൾ റിസീവ് ചെയ്യണം, പലതും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പലതും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കണം. ചില വ്യക്തികളുണ്ട്, ഒരു 2-3 വട്ടം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലൈഫ് പോയി, തീർന്നു, ഇനി പ്രയത്നിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സോ ഞാനൊക്കെ എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കും കൊണ്ടുവന്നിട്ടുള്ള ഐഡിയാസിനും ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾക്കും ഒന്നിനും ഒരു അളവില്ല. ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പല വ്യക്തികളുടെയും ഇൻഫ്ലുവൻസിൽ പൂട്ടിവെക്കേണ്ട ഗതികെട്ട അവസ്ഥ വന്നിട്ടുണ്ട്. പല ഐഡിയാസും ഡെവലപ്പ് ചെയ്ത് ഉള്ളം കയ്യിൽ നർച്ചർ ചെയ്ത് കയ്യിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ ആ ഉള്ളം കയ്യിൽ ഇരുന്ന് തന്നെ അത് ചില ആൾക്കാരിങ്ങനെ പൊളിച്ച് കളയുമ്പോൾ പെയിനായിട്ട് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ നോക്കി നിന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും എൻ്റെ ഒരു തോൽവിയായിരുന്നു. എൻ്റെ ഡ്രീം പൊളിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ലൈവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് എൻ്റെ കയ്യിൽ നിന്നിട്ട് തോറ്റു തുന്നം പാടി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓരോ സമയത്തും ആ ഒരു തോൽവിനെ ഞാൻ വീക്ഷിക്കും തോറും അതിനകത്ത് നിന്ന് എടുത്ത് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ തോൽവിക്കകത്ത് നിന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുമ്പോഴും എന്നിൽ തന്നെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരുന്ന മറ്റൊരു വിസ്ഡമുണ്ട്, എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിസ്ഡമുണ്ട്, എന്നെ നോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിസ്ഡമുണ്ട്.
സോ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല തോൽവി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അവസാനമാണെന്ന്. തോൽക്കണം, നന്നായിട്ട് തോൽക്കണം, നല്ല രീതിയിൽ തോൽക്കണം. നമ്മുടെ പ്രതീക്ഷകളൊക്കെ പൊട്ടണം. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ കോൺഫിഡൻസൊക്കെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. കാരണം ഒന്ന് നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തറയിൽ പൊട്ടി വീണതിന് ശേഷം അവിടെ നിന്നിട്ട് എണീറ്റ് വരാൻ പറ്റുന്ന ഒരു പവർ ഉണ്ടല്ലോ, ആ തോൽവിക്കകത്ത് നിന്നിട്ട് തിരിച്ച് ലൈഫിലേക്ക് വരാൻ പറ്റുന്ന ഒരു പവർ. അതാണ് ശരിക്കും നമ്മുടെ റിയൽ ലൈഫിനെ, ഒരു സക്സസ്ഫുൾ ലൈഫിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്നത്. സോ ദ പവർ ഓഫ് ഫെയില്യൂർ ഒന്നിൻ്റെ അവസാനമല്ല, അതെല്ലാത്തിൻ്റെ തുടക്കമാണ്. എല്ലാത്തിൻ്റെയും ഒരു ക്ലാരിറ്റി ഫോം നമുക്ക് ഓപ്പണാക്കി തരുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഫെയില്യൂർ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.